കൊച്ചിയിൽ കൊതുക് ശല്യം അതിരൂക്ഷമാകുമ്പോൾ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾ പേരിനു പോലുമില്ലെന്ന ആരോപണവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫോഗിംഗ് വണ്ടികൾക്ക് പുക നൽകി കൗൺസിലർമാർ പ്രതിഷേധിച്ചു. കൊതുക് നശീകരണത്തിനായുള്ള ഫോഗിംഗ് വണ്ടികൾ ഉണ്ടായിട്ടും അത് വിട്ടു നൽകില്ലെന്ന് ആരോപിച്ചാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധിച്ചത്. 10 ഫോഗിംഗ് വണ്ടികൾക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയിട്ട് കൊതുക് ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പോലും വണ്ടികൾ സാങ്കേതിക കാരണം പറഞ്ഞ് മേയർ ഉപയോഗിക്കാൻ നൽകുന്നില്ലെന്ന് അഡ്വക്കേറ്റ് ആന്റണി കുരുത്തറ പറഞ്ഞു. കഴിഞ്ഞ 2 മാസക്കാലമായി ഈ ഫോഗിംഗ് മെഷീൻ ഇവിടെ വെറുതെ നോക്കുകുത്തിയാക്കി ഇട്ടിരിക്കുന്നത്. കൊതുകുകൾ പെരുകി നമ്മളുടെ പ്രദേശത്ത് ആളുകളെ ഉപദ്രവിക്കുമ്പോൾ ഫോഗിങ്ങിനുള്ള മെഷീൻ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു രീതി. നമുക്ക് CSR ഫണ്ടിൽ BHEL നമുക്ക് ഫ്രീ ആയിട്ട് തന്ന ഒരു വണ്ടി കൂടിയാണ്. തട്ടാമുട്ടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വണ്ടി പുറത്തിറക്കാതെ ഇവിടെ ഇട്ട് നശിപ്പിക്കുന്ന രീതിയാണ് ഇന്ന് കോർപ്പറേഷനിൽ കാണാൻ കഴിയുന്നത്. 50 ലക്ഷം രൂപയാണ് ഇപ്പോൾ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. 2024-25 വർഷത്തെ ജനകീയ ആസൂത്രണ ഫണ്ടായ 50 ലക്ഷം രൂപയും തനത് ഫണ്ടിൽ നിന്ന് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള 1 കോടി രൂപയിൽ നിന്ന് ഒരു പൈസ പോലും ഇതുവരെ കൊതുക് നിവാരണ പ്രവർത്തനങ്ങൾക്ക് ചിലവഴിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കഴിഞ്ഞ വർഷം ചിലവഴിക്കേണ്ട തുകയാണ് ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും കൊതുക് ശല്യം അതിരൂക്ഷമായി നിൽക്കുന്ന സമയത്ത് പോലും വകയിരുത്തിയിട്ടുള്ള തുക ചിലവഴിക്കാൻ കഴിയാത്തത് ഭരണപരാജയമാണെന്നും UDF ആരോപിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.